ഗുഡ് ഈവനിങ് മാഡം. ഗുഡ് ഈവനിങ്. എൻ്റെ സിസ്റ്റർ മൂത്ത ചേച്ചിയാണ്. ചേച്ചിയുടെ മാരേജ് കഴിഞ്ഞ് ഡൈവേഴ്സായി. ആ വക 2 കുട്ടികളുണ്ട്. അത് ഹസ്ബൻഡിൻ്റെ കൂടെ. അപ്പോൾ ഇപ്പം മാരേജ് കഴിഞ്ഞു, കുട്ടികൾ വേണമെന്നുണ്ട്. അപ്പോൾ 2-3 ഇടത്ത് അന്വേഷിച്ചപ്പോൾ ലാപ്രോസ്കോപ്പി ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ എന്തോ ഓപ്പറേഷൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് അതൊന്ന് ക്ലിയർ ചെയ്ത് തരുമോ മാഡം? ഓക്കെ. അപ്പോൾ ട്യൂബൽ റീകനലൈസേഷനെ പറ്റിയാണ് ചോദിക്കുന്നത്. ഒരിക്കൽ പ്രസവം നിർത്തിയവർക്ക് വീണ്ടും കുട്ടികൾ വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്യൂബ്സ് റീകനലൈസ് ചെയ്യാൻ പറ്റും. പക്ഷേ പറ്റുമോ ഇല്ലയോ എന്ന് ഉറപ്പിച്ച് പറയണമെങ്കിൽ ഒരു ഡയഗ്നോസ്റ്റിക് ലാപ്രോസ്കോപ്പി എങ്കിലും ചെയ്ത് ഈ പറഞ്ഞ പോലെ ട്യൂബ്സിന് ആവശ്യത്തിന് ലെങ്ത് ഉണ്ടോ എന്നുള്ളത് ഉറപ്പിക്കണം. ഈ യൂട്രസിൻ്റെ 2 സൈഡിലും കൈ പോലെയാണ് ട്യൂബ്സ് ഉള്ളതെന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ ട്യൂബിനെ പല രീതിയിലാണ് സ്റ്റെറിലൈസ് ചെയ്യുക പ്രസവ സമയത്ത്. അതായത് ചിലപ്പോൾ നോർമൽ ഡെലിവറി കഴിഞ്ഞ 2-3 ദിവസം വയറ് കീറി ഒരു 2-3 സെൻറ്റിമീറ്ററിൻ്റെ ഒരു മുറിവുണ്ടാക്കിയിട്ട് ട്യൂബ് ഇങ്ങനെ ഒരു ലൂപ്പ് പോലെ 2 സൈഡിലേ എടുത്ത് അത് 2 ലെയറിൽ കെട്ടിയിട്ട് കട്ട് ചെയ്ത് കളയും. അപ്പോൾ കട്ട് ചെയ്ത് കളയുമ്പോൾ കണ്ടോ അതുകൊണ്ട് ഇത്രയും ട്യൂബിൻ്റെ ലെങ്ത് അങ്ങ് പോവുക. അപ്പം അങ്ങനെയുള്ള ട്യൂബിൻ്റെ ഈ മുറിഞ്ഞ എൻഡും തിരിച്ച് പിടിച്ച് കണക്ട് ചെയ്യണമെങ്കിൽ ആവശ്യത്തിന് ലെങ്ത് ഉണ്ടെങ്കിലല്ലേ പറ്റത്തുള്ളൂ. അപ്പം പല രീതിയിലാണ് സ്റ്റെറിലൈസേഷൻ ചെയ്യുക. സിസേറിയൻ സമയത്തും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നോർമൽ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള 2-3 ദിവസമൊക്കെ ഇങ്ങനെയാണ് ചെയ്യാറ്. മോസ്റ്റ്ലി വളരെ റെയറായിട്ടാണ് ചിലർ ഫലോപ്പ് റിങ് ഇടുക, ചിലർ കരിച്ചിട്ട് കട്ട് ചെയ്യുക. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ആവശ്യത്തിന് ട്യൂബ് മിച്ചം കിട്ടും. ഏതെങ്കിലും ഒരു കാലത്ത് ട്യൂബൽ റീകനലൈസേഷൻ ചെയ്യണമെന്ന് തോന്നിയാൽ തന്നെ നമുക്ക് ആ സമയത്ത് ചെയ്യാൻ പറ്റും. അപ്പം ഡയഗ്നോസ്റ്റിക് ലാപ്രോസ്കോപ്പി ചെയ്യണം എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഇത് തന്നെ, ഈ ട്യൂബ്സിന് ആവശ്യത്തിന് ലെങ്ത് ഉണ്ടോ എന്നുള്ളത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ലെങ്ത് ഇല്ലെങ്കിൽ ഇറ്റ് വിൽ ബി എ നെഗറ്റീവ് സർജറി. വയറ് ക്ലോസ് ചെയ്ത് സർജൻ ഇറങ്ങി ഈ കാര്യം നമ്മളോട് വ്യക്തമായിട്ട് പറയും. ഇല്ല ആവശ്യത്തിന് ലെങ്ത് ഉണ്ടെങ്കിൽ ആ സെയിം സിറ്റിങ്ങിൽ തന്നെ ഈ ഡയഗ്നോസ്റ്റിക് ലാപ്രോസ്കോപ്പി എന്നുള്ളത് ഓപ്പറേറ്റീവ് ഹിസ്റ്റോ ലാപ്രോസ്കോപ്പി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ട്യൂബ്സിൽ ബ്ലോക്ക് ഉണ്ടോ എന്നുള്ളത് അറിയാൻ ഡൈ ഇഞ്ചെക്ട് ചെയ്ത് നോക്കാനും പറ്റും. ഓക്കെ. അപ്പോൾ ഇതുകൊണ്ടാണ് ലാപ്രോസ്കോപ്പി ചെയ്യണമെന്ന് പറഞ്ഞത്. അത് ശ്രദ്ധിച്ച് ചേച്ചി പറഞ്ഞു കൊടുത്താൽ മതി. ഓക്കെ, താങ്ക് യു. ശരി.